അടാ മക്കളെ, നമുക്കിനി കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റത്തിൻ്റെ കുറച്ച് അപ്ലിക്കേഷൻസ് പഠിക്കാം. പരീക്ഷയിൽ ചോദിക്കാൻ പറ്റുന്ന തിയറി ബേസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. ഒന്നാമത്തെയാണ് റിക്കോയിലിംഗ് ഓഫ് ഗൺ. റിക്കോയിലിംഗ് ഓഫ് ഗൺ എന്താ സംഭവിക്കുക? നമുക്ക് ഒന്ന് പിക്ചറൈസ് ചെയ്യാൻ നോക്കിയാൽ നിങ്ങളെന്നെ കണ്ടിട്ടുണ്ട്. എന്താ, പട്ടാളക്കാർ വെടിവെക്കുന്ന സിനിമയിലെ സീനും കണ്ടില്ലേ? ഇവരിങ്ങനെ കുരു തോക്കിങ്ങനെ മൂക്കിൻ്റെ തമ്പത്തൊന്നും പിടിച്ച് വെച്ച് വെടിവെക്കില്ലല്ലോ. ചുമലിൽ ബേസ് ചെയ്തിട്ടാണ് വെടിവെക്കുക. പീരങ്കിയൊക്കെ അടിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. പട്ടാളക്കാരെ വീഡിയോസ് ഏതെങ്കിലും നോക്കിയാൽ മതി. നല്ല പീരങ്കിയൊക്കെ അടിക്കുന്ന സമയത്ത് ബാക്കിൽ പൂഴി നിറച്ച ചാക്ക് വെക്കും. എന്തിനാ? ഭം എന്ന് പറഞ്ഞ് അടിക്കും ബാക്കോട്ട്. അപ്പോൾ നിലം കുഴിഞ്ഞു പോകാണ്ടിരിക്കാൻ പൂഴി വെച്ച ചാക്ക്. ഇനിയിപ്പോൾ പുതിയ കാലത്ത് പഴയ ബോർഡർ സിനിമയൊക്കെ ഇല്ലേ, അതിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനങ്ങനെ. ഇപ്പം എന്തെങ്കിലും പുതിയ ടെക്നിക്ക് മാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും റിക്കോയിലിംഗ് ഈസ് ഡിയർ എന്ന് വെച്ചാൽ ഉണ്ട മുന്നോട്ട് പോകുമ്പോൾ തോക്ക് പിന്നോട്ട് വരും. അങ്ങനെ ഉണ്ട മുന്നോട്ട് പോകുമ്പോൾ തോക്ക് പിന്നോട്ട് വരും. അതിൻ്റെ പേരാണെന്ത്? റീകോയിലിംഗ് ഓഫ് ഗൺ. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ചിത്രം വരയ്ക്കാൻ. വെറുതെ ഞാനൊരു ശ്രമം, ഒരു ചിത്രം വരച്ചുകൊണ്ടുള്ള ഒരു ശ്രമം. കഴിയെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ഗ്രാഫിക്കിനോടൊപ്പം ചേർക്കാൻ നോക്കാം. ഒരു ശ്രമം. ഇപ്പോൾ ഇതൊരു തോക്കിൻ്റെ കുഴലായി വിചാരിക്കുക. അതിൻ്റെ നമ്മൾ തോക്കിൻ്റെ പിസ്റ്റൺ ഞെക്കണ അല്ലെങ്കിൽ പിസ്റ്റൺ അടിക്കണ സമയത്ത് ഉണ്ടേനെ ഒരു സിമ്പിൾ ചിത്രം വരയ്ക്കാം. പിസ്റ്റൺ പോയി ഇങ്ങനെ തള്ളുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇവനെ കുറച്ച് നേരത്തേക്ക് ഇടിക്കും. അപ്പോൾ അവൻ ഇടിക്കുമ്പോൾ ഇവൻ തിരിച്ചു പിടിക്കും. പിസ്റ്റൺ പോയിട്ട് ഉണ്ടേനെ തള്ളുമ്പോൾ ഉണ്ട പിസ്റ്റണിനെ തിരിച്ചു തള്ളും. അപ്പോൾ അവിടെ രണ്ട് തരം ഫോഴ്സ് ഉണ്ട്. എന്താ? ഒന്ന് ഫോഴ്സ് ഓൺ ബുള്ളറ്റ് ബൈ ഗൺ. ഫോഴ്സ് ഓൺ ബുള്ളറ്റ് ബൈ ഗൺ. പിന്നെ ഒരു ഫോഴ്സിൽ എന്താ? ഫോഴ്സ് ഓൺ ഗൺ ബൈ ബുള്ളറ്റ്. ഇങ്ങനെ രണ്ട് ഫോഴ്സ് ഉണ്ട്. ഇതിന് ഞാൻ എന്ത് പേര് വിളിച്ചു? ഫോഴ്സ് ഓൺ ബുള്ളറ്റ് ബൈ ഗൺ. ഇതിനെന്ത് പേര് വിളിച്ചു? ഫോഴ്സ് ഓൺ ഗൺ ബൈ ബുള്ളറ്റ്. വെറുതെ ഇങ്ങനെ ഒരു പേര് വിളിച്ചു. ദാറ്റ്സ് ഓൾ. നോക്കല്ലേ? ഉറപ്പാണേ. ടൈം ഫോർ വിച്ച് ദ ഫോഴ്സ് ആക്ട് എന്താ? ലെറ്റ് ഇറ്റ് ബി dt. വളരെ ചുരുങ്ങിയ സമയത്താണ് ഇടിയെ കാണുന്നത്. ഇനി വെടിവെക്കണതിന് മുമ്പേ ബുള്ളറ്റ് മൂവ് ചെയ്തിട്ടില്ലല്ലോ, ഗണ്ണും മൂവ് ചെയ്തിട്ടില്ല. സോ ബിഫോർ കൊളീഷൻ, അല്ല, ബിഫോർ ഫയറിംഗ്, ഫയറിങ്ങിന് മുമ്പേ മൊമെന്റം ഓഫ് ബുള്ളറ്റിന്റെ മൊമെന്റ് എത്രയാ? 0. മൊമെന്റം ഓഫ് ഗൺ എത്രയാ? 0. യു ഗോട്ട് ഇറ്റ്? മൊമെന്റം ഓഫ് ഗണ്ണും മൊമെന്റം ഓഫ് ബുള്ളറ്റും 0 ആണ്. ഇനി ആഫ്റ്റർ ഫയറിംഗ്, ഫയർ ചെയ്തതിനു ശേഷം ബുള്ളറ്റിന് എന്ത് അക്വയർ ചെയ്തു? മൊമെന്റ് അക്വയർ ചെയ്തു. ശരിയല്ലേ? മൊമെന്റം ഓഫ് ബുള്ളറ്റ് എന്തെന്ന് വിളിക്കാം? PB എന്ന് വിളിക്കാം. മൊമെന്റം P, ബുള്ളറ്റിന് B. നമ്മൾ എന്താ പഠിച്ചേ? we have F external equal to
if you have F external equal to പറഞ്ഞേ എന്താ ഡി പി ബൈ ഡി ടി. അപ്പോൾ ഫോഴ്സ് ഓൺ ബുള്ളറ്റ് ബൈ ഗൺ ഈക്വൽ ടു ഡി പി ഓഫ് ബുള്ളറ്റ് ബൈ ഡി ടി. സോ ഡി പി ബി ഓഫ് ബുള്ളറ്റ് equal to FBG dt. Cross multiply ചെയ്തു. Got it? വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ എന്താ ഡി പി ബി എന്താ? പി ബി -0. വൈ? ഇനീഷ്യലി ബുള്ളറ്റിൻ്റെ മൂവ്മെൻ്റ് 0 ആണ്. അപ്പോൾ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാ? ഫൈനൽ മൈനസ് ഇനീഷ്യൽ ഈക്വൽ ടു FBG dt. പ്രയാസമില്ലല്ലോ? ഇല്ല. ഇനി വാട്ട് അബൌട്ട് മൊമെൻറ്റം ഓഫ് ഗൺ? ഗണ്ണ് ബാക്കോട്ട് പോകുന്നു അല്ലേ? മൊമെൻറ്റം ഓഫ് ഗൺ ആഫ്റ്റർ ഫയറിംഗ്, ലെറ്റ് ഇറ്റ് ബി പി ജി. പി ഗൺ എന്ന് വെച്ചാൽ മൊമെൻറ്റം ഓഫ് ഗൺ പി ജി ആണെന്ന് വിചാരിക്കുക. നമുക്ക് ഇവന് വേണമെങ്കിൽ ഇക്വേഷൻ 1 എന്ന് വിളിക്കാം. Now how can you write F on gun by bullet? അതാണ് dp of gun by dt. So change of momentum of gun equal to FGB dt. ഈ FGB എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ വരുമോ? ഇല്ലല്ലോ. GB എന്ന് ഉദ്ദേശിക്കുന്നത് ഗൺ ബൈ ബുള്ളറ്റ്. ഇത് ഇക്വേഷൻ 2 എന്ന് വിളിക്കാം. ഇനി ഫോഴ്സ് ഓൺ ബുള്ളറ്റ് ബൈ ഗൺ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ഫോഴ്സ് ഓൺ ഗൺ ബൈ ബുള്ളറ്റ്. ശരിയല്ലേ? എന്താ? വൺ ഈസ് ആക്ഷൻ ആൻഡ് അതർ ഈസ് റിയാക്ഷൻ. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? ഡി പി ഓഫ് ഗൺ ഈക്വൽ ടു മൈനസ് എഫ് ബി ജി ഡി ടി. ഇതായിക്കോട്ടെ ഇക്വേഷൻ 3. ഓക്കെ. ഈ ഡി പി ജി എന്താ? മൊമെൻറ്റം ഓഫ് ഗൺ -0 ഈക്വൽ ടു മൈനസ് എഫ് ബി ജി ഡി ടി. ഓക്കെ. ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ വേറെയും പഠിപ്പിച്ചു തരാം കേട്ടോ. Put it as equation 4. ഇനി 1 + 4 ചെയ്തേ. 1 + 4 1ഉം 4ഉം കൂടെ ആഡ് ചെയ്താൽ 1 പി ബി എൽ എച്ച് എസ് പി ബി മാത്രം, ഇവിടെ എൽ എച്ച് എസ് പി ജി. പി ബി പ്ലസ് പി ജി ഈക്വൽ ടു പി ബി പ്ലസ് പി ജി ഈക്വൽ ടു എഫ് ബി ജി ഡി ടി പ്ലസ് മൈനസ് എഫ് ബി ജി ഡി ടി. ഇതെന്തായി? 0 ആയി. സോ പി ബി പ്ലസ് പി ജി ഈക്വൽ ടു 0. Or we can say പി ബി ഈക്വൽ ടു മൈനസ് പി ജി. Is it okay? പി ബി ഈക്വൽ ടു മൈനസ് പി ജി. എന്താ കിട്ടിയേ? പി ബി ഈക്വൽ ടു മൈനസ് പി ജി. പി ബി എന്താ? മൊമെൻറ്റം ഓഫ് ബുള്ളറ്റ്. അതെങ്ങനെ എഴുതാം? എം ബി വി ബി എന്ന് എഴുതാം അല്ലേ? എന്താ എം ബി വി ബി? മാസ് ഇൻറ്റു വെലോസിറ്റി ഈക്വൽ ടു മൈനസ് എം ജി വി ജി. ഈ വി ജി എന്താ? വെലോസിറ്റി ഓഫ് ഗൺ. അപ്പോൾ വെലോസിറ്റി ഓഫ് ഗൺ എന്താ? വെലോസിറ്റി ഓഫ് ഗൺ ഈക്വൽ ടു മൈനസ് എം ബി വി ബി അല്ലേ? ഈ മൈനസ് ഇപ്പം വന്ന് ബൈ എം ജി. എം ജി എന്ന് ഉദ്ദേശിക്കുന്ന മാസ് ഓഫ് ഗണ്ണാണ്. ഇറ്റ്സ് നോട്ട് എം ജി വെയിറ്റ് അല്ല. ഓക്കെ. അപ്പോൾ ഗണ്ണാണ്. ജി സ്റ്റാൻഡ്സ് ഫോർ, അങ്ങനെ തന്നെ എഴുതിക്കോളൂ കേട്ടോ. ഒരു ബ്രാക്കറ്റ് ഇട്ട് എഴുതിയാൽ മതി. ബ്രാക്കറ്റ് എല്ലാ സ്ഥലത്തും അങ്ങനെ ഇരുന്നോട്ടെ. എം ബി സ്മോൾ ജി സ്റ്റാൻഡ്സ് ഫോർ ഗൺ. ഇതാണ് റീകോയിലിംഗ് വെലോസിറ്റി ഓഫ് ഗൺ.
സിമ്പിളായിട്ട് വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന വേറൊരു മെത്തേഡ് ഉണ്ട്, അത് ഞാനിപ്പോൾ തന്നെ പറഞ്ഞുതരാം, വെറുതെ കൺഫ്യൂസ്ഡ് ആവണ്ട. ഓക്കെ, അടുത്ത ഏറ്റവും സിമ്പിളായിട്ട് ഇത് ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങളൊരു നോട്ട് പോലെ എഴുതിയാൽ മതി. കൺസിഡർ ദ ഫയറിംഗ് ഓഫ് എ ബുള്ളറ്റ്. ഇനീഷ്യലി ദ മൊമെൻറ്റം ഓഫ്, എഴുതിയെടുക്കണം കേട്ടോ, ഇനീഷ്യലി ദ മൊമെൻറ്റം ഓഫ് gun and bullet is 0. After firing, bullet acquires a velocity Vb forward, while gun acquires a velocity Vg backwards. Let Mb and Mg are masses of bullet and gun. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതും മൊമെൻറ്റം ബിഫോർ ഫയറിംഗ്, ഇത് വളരെ സിമ്പിൾ മെത്തേഡാണ്, ഈക്വൽ ടു 0. ഇനി മൊമെൻറ്റം ഓഫ് സിസ്റ്റം ആഫ്റ്റർ ഫയറിംഗ് equal to MBVB plus MGVG. MBVB plus MGVG അങ്ങനെ തന്നെ എഴുതാം. ഇനി അടുത്തൊരു ആർഗ്യുമെന്റ് ആണ്, ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല. വൈ? ഗണ്ണിന് എക്സ്റ്റേണൽ ഫോഴ്സ്, ബുള്ളറ്റിന് എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്, ബുള്ളറ്റിന് ഇടികൊണ്ട പുറത്തുനിന്ന്. ഗണ്ണിനെ ബുള്ളറ്റ് തിരിച്ചിടിച്ചതും എക്സ്റ്റേണലാണ്. പക്ഷെ ഗണ്ണും ബുള്ളറ്റും ഉൾക്കൊള്ളുന്ന സിസ്റ്റയില് അവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല, ഉള്ള ഫോഴ്സ് മുഴുവനും ഇന്റേണലാണ്, ഉള്ളിലല്ലേ. യു ഗോട്ട് ഇറ്റ്. ഒന്നും കൂടെ പറയണ്ടേ, ഗണ്ണ് ബുള്ളറ്റിനെ ഇടിച്ചു, ശരിയാണ്, അത് ബുള്ളറ്റിന്റെ മുകളിൽ എക്സ്റ്റേണൽ ഫോഴ്സാണ്, കറക്റ്റ്. അങ്ങനെയാണ് നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തത്. ഗണ്ണിനെ ബുള്ളറ്റ് തിരിച്ചിടിച്ചു, അത് ഗണ്ണിനെ സംബന്ധിച്ചിടത്തോളം എക്സ്റ്റേണൽ ഫോഴ്സാണ്. ഓക്കെ, പക്ഷെ ഗണ്ണും ബുള്ളറ്റും അടങ്ങുന്ന സിസ്റ്റത്തിൽ ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പൊ എഴുതി വെച്ചോളൂ, ഫോർ ദ സിസ്റ്റം ഓഫ് ബുള്ളറ്റ് ആൻഡ് ഗൺ, ഫോർ ദ സിസ്റ്റം ഓഫ് ബുള്ളറ്റ് ആൻഡ് ഗൺ ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്. സോ വി സേ momentum before firing equal to momentum after firing. So momentum before firing is 0. Okay, momentum before firing is 0. 0 equal to MBVB plus MGVG. Okay, so we can say MGVG equal to minus MBVB. Okay, so VG equal to minus MBVB minus MBVB divided by MG. VG is equal to minus MBVB divided by MG. And ചോട്ടിൽ വേണമെങ്കിൽ എഴുതിക്കാൻ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് the direction of motion of gun is opposite to the direction of motion of bullet. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത്. ഞാൻ ആ പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ബുള്ളറ്റിനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ ഇടി എക്സ്റ്റേണലാണ്, ഗണ്ണിനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ ഇടി എക്സ്റ്റേണലാണ്. പക്ഷെ ബുള്ളറ്റും ഗണ്ണും കൂടിയിരിക്കുന്ന സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം ആ ഇടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത് അകത്താണ്, അത് ഇന്റേണലാണ്. അതുകൊണ്ട് സിസ്റ്റത്തിൻ്റെ ലീനിയർ മൊമെൻറ്റം മാറൂല. അപ്പം ബുള്ളറ്റിന് മുന്നോട്ട് മൊമെൻ്റ് ഉണ്ടായി, ഗണ്ണിന് ബാക്കോട്ട് മൊമെൻ്റ് ഉണ്ടായി, രണ്ടും കൂടി കൂട്ടിയപ്പോൾ 0 കിട്ടി. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഇറ്റ് ആസ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റ്. വീണ്ടും വീണ്ടും കേൾക്കൂ, കേട്ടത് തന്നെ കേൾക്കൂ. ഓക്കെ, കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഞാൻ ആ പറഞ്ഞ എല്ലാ സെൻസും മനസ്സിലാവണം. ഇല്ലാണ്ട് ഒരു ഇക്വേഷൻ പഠിച്ച് ഹൈ ഹാർട്ട് പഠിക്കുന്നതിലൊരു കാര്യമില്ല. ഓക്കെ, മിടുക്കന്മാരായിട്ട് ചെയ്യാം. റൈറ്റ്.